ആദ്യം പ്രതിരോധ വിദഗ്ധനും BJP വക്താവ് കൂടിയായ ശ്രീ കേണൽ ഡിന്നിയിലേക്ക്. ശ്രീ കേണൽ ഡിന്നി, തീവ്രവാദികളെ മാത്രമല്ല അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇനി വേർതിരിക്കില്ല എന്ന് പറയുന്നത് അത് ഒരു രാജ്യത്തിനുള്ള സന്ദേശമില്ല, പലർക്കുള്ള സന്ദേശമാണ്. ഓപ്പറേഷൻ സിന്ദൂറും അതിനുശേഷവും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് മൃദു നയതന്ത്രത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സന്ദേശം കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ അകത്തുനിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്ര ശക്തമായ മുന്നറിയിപ്പ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പാകിസ്ഥാന് കൊടുക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള രാജ്യത്തോടുള്ള അഭിസംബോധനയ്ക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ സന്നാഹങ്ങളിലേക്കും സജ്ജീകരണങ്ങളിലേക്കും ഈ രാജ്യം കടക്കുന്നു എന്നുകൂടിയാണോ? നോക്കൂ മാം, ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീ നരേന്ദ്രമോദി അതായത് 7th May ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അദ്ദേഹം അന്നും വളരെ കൃത്യമായിട്ട് ഒരു ന്യൂ നോർമൽ, അതായത് ടെററിസ്റ്റ് ആക്ഷന്റെ അഗേൻസ്റ്റ് ആയിട്ട് എന്താണ് നമ്മുടെ നയം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അന്ന് സംസാരിച്ചു. അതിനൊരു ന്യൂ നോർമൽ എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു. അതായത് 3 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഏതൊരു ഭീകരവാദി അറ്റംപ്റ്റ് അല്ലെങ്കിൽ അറ്റാക്ക് നമ്മൾ അതിനൊരു യുദ്ധം എന്നുള്ള നിലയിലേക്ക് കാണും എന്നുള്ള രീതിയിലേക്ക് ആ രീതിയിലേക്ക് ഉള്ള ഒന്നായിരുന്നു ഒരെണ്ണം. രണ്ടാമതായിട്ട്, നമ്മൾ എപ്പോഴും ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ, അതായത് ഞങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, പാകിസ്ഥാന്റെ രീതിയിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ഇനി ചെലവാകില്ല എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത്, എപ്പോഴും പലപ്പോഴും നമ്മൾ തന്നെ പല സമയത്തും നമ്മൾ അതായത് അവിടുത്തെ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഡീപ് സ്റ്റേറ്റ് ISIയും അവരൊക്കെയാണ് ഈ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ള ഗവൺമെന്റ് മെഷീനറി ഒന്നും ഈ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ബിലീഫ് നമുക്കുണ്ടായിരുന്നു. അതും അദ്ദേഹം മാറ്റി എഴുതി. അദ്ദേഹം പറഞ്ഞു, ഏതൊരു ഭീകരവാദി ഒരു ആക്ഷൻ നടന്നാലും അതിനെ പിന്തുണയ്ക്കുന്ന ഗവൺമെന്റ് മെഷീനറിയും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ കാണും, അതിനി ആരായാലും എന്നുള്ളത്. അപ്പൊ അത് വലിയൊരു അതിന്റെ ഒരു ഫിനാൻഷ്യൽ ആയിട്ട് കൊടുക്കുന്നത്, മറ്റു രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്, അതിലെല്ലാവരും അതിന്റെ ഭാഗമായിട്ട് ആണ് എന്നുള്ള ഒരു സന്ദേശമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഈ നറേറ്റീവ്സ് എല്ലാം മാറ്റാനുള്ള ശ്രമം നടത്തിയത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വൻ രീതിയിലുള്ള ഒരു നറേറ്റീവ്, അതായത് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിലേക്ക് അവർ വളരെ പാടുപെട്ട് അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ജനറൽ അസീം മുനീറിനെ ഫീൽഡ് മാർഷലാക്കി മാറ്റുകയും അവിടെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പിക്ചേഴ്സ് സഹിതം വീഡിയോ സഹിതം നമ്മൾ കണ്ടെങ്കിലും, അതായത് അവരുടെ ഹാങ്ങേഴ്സ് നഷ്ടപ്പെട്ടു, അവരുടെ റൺവേസ് നഷ്ടപ്പെട്ടു, അവരുടെ റഡാർ സിസ്റ്റം നഷ്ടപ്പെട്ടു, അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ നടന്നിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിലേക്ക് വരികയും പിന്നീട് ഡൊണാൾഡ് ട്രംപ് ചാടി വീണ് ഞാനാണ് അതിന്റെ മീഡിയേഷൻ ചെയ്തത്, ഞാൻ ടാരിഫിനെ കുറിച്ച് സംസാരിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് പോവുകയും ഇപ്പൊ അടുത്തതായിട്ട് നമ്മൾ കണ്ടു, ജനറൽ അസീം മുനീർ വീണ്ടും അമേരിക്കയുടെ മണ്ണിൽ നിന്ന് വേറൊരു രാജ്യത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുമെന്ന് മാത്രമല്ല, വേണ്ടി വന്നാൽ ഞങ്ങൾ പകുതി രാജ്യങ്ങൾ, അതായത് വേൾഡിനെ കൂടെ ഞങ്ങൾ അതിനെ കൂടെ കൊണ്ടുപോകുന്നു. അതായത് ഇന്ത്യ മാത്രമല്ല, ലോകത്തുള്ള പകുതി രാജ്യങ്ങളും വേണമെങ്കിൽ ഞങ്ങൾക്ക് തകർക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ മടിക്കത്തില്ല എന്നുള്ള രീതിയിൽ. അതുകൂടാതെ 2-3 മിനിസ്റ്റേഴ്സ് അവിടുന്ന്, ബിലാവൽ ഭുട്ടോ ആയാലും ശരി, അവരൊക്കെ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി തടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ ആ ഡാമിനെ തകർക്കും, അങ്ങനെയൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ എയർഫോഴ്സ് ചീഫ്, ആ എയർഫോഴ്സ് ചീഫും ആർമി ചീഫും വളരെ കൃത്യമായിട്ട് തന്നെ എന്തൊക്കെ നടന്നു എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് എന്നുള്ള നിലയിൽ അത് അവരും പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് റെഡ് ഫോർട്ടിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ മോദി ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ കാണുന്ന ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇത് പല തലത്തിലുള്ള ആളുകൾക്ക് എത്തണം. ഒന്ന്, ഡെഫിനറ്റ് ആയിട്ട് ഇത് പാകിസ്ഥാന്റെ ഒരു മെസ്സേജ് ആണ്. അതായത് വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, നിങ്ങൾ ന്യൂക്ലിയർ ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളെ അത് എഫക്ട് ചെയ്യില്ല. ദ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് ദിസ് കൺട്രി അതിനെ ബാധിക്കില്ല എന്നുള്ള ഒരു സൈക്കി അദ്ദേഹം പുറത്തു പറയുകയാണ്. അപ്പം ഇവരെപ്പോഴും ഒരു ത്രെഷോൾഡിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ആ ടെററിസം എന്ത് ചെയ്താലും ഞങ്ങളിൽ ഈ ബോംബ് ഉണ്ട്, നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള അത് മറികടന്നു എന്ന് വീണ്ടും ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി മോദി ഈ ഒരു സമയത്ത് പറയുകയാണ്. രണ്ടാമതായിട്ട്, മറ്റ് രാജ്യങ്ങൾ, അതാണ് മാമിന്റെ ക്വസ്റ്റ്യനിലും ഉണ്ടായിരുന്ന മറ്റ് രാജ്യങ്ങൾ. ഇപ്പൊ ആരാണ് മറ്റ് രാജ്യങ്ങൾ? ഇപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇപ്പം അറ്റ്ലീസ്റ്റ് കറന്റില് പാകിസ്ഥാനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കും ഒരു മെസ്സേജ് ആണ്. അതായത് നിങ്ങൾ ഒരു യുദ്ധം നിർത്താൻ വേണ്ടി ടാരിഫ് അല്ലെങ്കിൽ യുദ്ധം നിർത്താൻ വേണ്ടി ന്യൂക്ലിയർ വാർ ഉണ്ടായ നാശമാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഞങ്ങളെ എഫക്ട് ചെയ്യില്ല. ഞങ്ങളുടെ രാഷ്ട്രഹിതം, അത് ഞങ്ങളുടെ നാഷണൽ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് മാത്രം ഞങ്ങൾ പ്രവർത്തിക്കൂ. ഭീകരവാദ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുവേണ്ടി സ്ട്രൈക്ക് ചെയ്യും എന്നുള്ള ഒരു മെസ്സേജ്.
മൂന്നാമതായിട്ട് ഡെഫിനറ്റ്ലി നമ്മളെ ഓഡിയൻസ് തന്നെയാണ്, നമ്മളെ ആളുകൾക്കാണ്. അവർക്ക് കാരണം നമ്മളെല്ലാം ഇത് കേട്ടോണ്ടിരിക്കുകയല്ലേ. പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ചീഫ് പറയുന്നു, അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ നിന്ന് പറയുമ്പം അതിന് വേറൊരു മീനിങ് ഉണ്ട്. ആ ഒരു റിസോൾവ്, നമ്മുടെ ഒരു ദൃഢനിശ്ചയം എന്ന് പറയുന്നത് അതൊന്ന് കൺവേ ചെയ്യാൻ, നമ്മളെ ആളുകൾക്ക് ഇടയ്ക്കും അത് കൺവേ ചെയ്യാൻ ഉള്ളൊരു മെസ്സേജ് ആയിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. അതുകൊണ്ട് പോളിസി ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ നമ്മൾ ഓൾറെഡി സ്റ്റേറ്റഡ് ആണ്. അതിന്റെ ഒരു റിയട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ റിയട്രേഷൻ എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് വന്നപ്പോൾ അതിനൊരു മറുപടി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി ഇത് തന്നെ ആയിരിക്കും ഭാരതത്തിനെ സംബന്ധിച്ചുള്ള ന്യൂ നോർമൽ. ശരി, ഞാൻ തിരികെത്താം ശ്രീ കേണൽ ഡിനി. ശ്രീ സേനാപതി വേണു, കൃത്യമായ സന്ദേശമാണ്. തീവ്രവാദികളെ മാത്രമല്ല, തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരെയും വേർതിരിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു സന്ദേശം. അങ്ങനെ ഒരു ശക്തമായ സന്ദേശം കൊടുക്കേണ്ട ബാധ്യത ഇന്ത്യ എന്ന രാഷ്ട്രത്തിനുണ്ട്. അത് ഓപ്പറേഷൻ സിന്ദൂർ ശേഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കെട്ടായ രാജ്യം അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. പുറത്തേക്കുള്ള സന്ദേശമാണ് കൃത്യമായി കൊടുക്കുന്നത്. അത് അഭിമാനപൂർവ്വം രാജ്യസ്നേഹത്തോടുകൂടി ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോഴും അകത്ത് പ്രതിപക്ഷം ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകുന്നില്ല. ഈ വലിയ ഒരു പ്രസംഗം നടത്തുന്നതിനൊപ്പം ഈ അകത്തുള്ളവരെയും അത് പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ നിന്ന് കോൺഗ്രസിന് കിട്ടുന്നുണ്ടോ? നോക്കൂ അപർണ, 1947 മുതൽ ചെങ്കോട്ടയിൽ കാലാകാലങ്ങളിൽ രാജ്യം ഭരിച്ചിട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ ഏറ്റവും നീണ്ട പ്രസംഗം, 103 മിനിറ്റ്, ഏതാണ്ട് 104 മിനിറ്റോളം നീണ്ടു നിന്ന പ്രസംഗമാണ്. അത് ഏകദേശം അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം കേൾക്കാൻ ഞാനത് കേട്ടതാണ് എന്നുള്ളതാണ്. ഞാൻ ഈ പാകിസ്ഥാന് നേരെയുള്ള മുന്നറിയിപ്പുകൾ, അത് ഇപ്പം ഞാനൊരു മുൻ സൈനികൻ കൂടി ആയതുകൊണ്ട് ഞാനതിനെ കുറച്ചുകൂടെ വൈകാരികമായിട്ട് കാണുന്ന ഒരാളാണ്. ഞാനതിനെ വളരെ ആദരവോടുകൂടി, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുന്ന അല്ലെങ്കിൽ അഖണ്ഡതയ്ക്കെതിരെ ഭീഷണിയാകുന്ന ഒരു ശത്രു രാജ്യത്തിന് നേരെ എത്രമാത്രം പ്രഹരം അത് പ്രവൃത്തിയിലാണെങ്കിലും വാക്കിലാണെങ്കിലും നൽകാൻ കഴിയുമോ അത്രയും പ്രഹരം നൽകുന്നത് ഒന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ 103 മിനിറ്റ് പ്രസംഗത്തിലെ ഈ ഒരു 5-10 മിനിറ്റ് നേരത്തെ പ്രസംഗം ബാക്കി നിർത്തിയാൽ ബാക്കി മുഴുവൻ BJPയുടെ ഒരു ദേശീയ സമ്മേളനത്തിലോ റാലിയിലോ നടത്തുന്ന ഒരു പ്രസംഗമായി പോയി എന്നുള്ളത്, അത് ഞാൻ വിമർശിക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ പറയും കോൺഗ്രസ്സുകാരനായ സേനാപതി വേണു നടത്തുന്ന വിമർശനമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ഔചിത്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രി തന്റെ ഇന്നത്തെ പ്രസംഗത്തിൽ, കാരണം ചെങ്കോട്ടയിൽ നിന്ന് നടത്തുന്ന പ്രസംഗങ്ങളും ആ പ്രസംഗങ്ങളുടെ ചരിത്രങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, പാകിസ്ഥാൻ പോലെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തെയും അതുപോലെ തന്നെ നമ്മുടെ അതിർത്തിക്കും അഖണ്ഡതയ്ക്കും ഒക്കെ ഭീഷണിയായ ഒരു രാജ്യത്തിന് അവർക്ക് കൊടുക്കാവുന്ന പ്രഹരം അതേത് രൂപത്തിലാണെങ്കിലും അത് പ്രധാനമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ പൗരന്മാരും അതിനെ വലിയ ഹർഷാരവത്തോടു കൂടി തന്നെ അതിനെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.